അധ്യായം 4. മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് സിദ്ധാർത്ഥായിരുന്നു. അവനെ അവിടെ കണ്ട് നീലിമ അമ്പരന്നു. ഈ കുറിച്ച് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥിനെ കണ്ട അശ്വിൻ ഡാഡി എന്നും വിളിച്ച് അയാളുടെ അരികിലേക്ക് ഓടി. വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പിന്റെ അവകാശിയാണെന്ന് വാസുദേവൻ അറിയാമായിരുന്നു. പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കിനും വഴക്കുകൾക്കും ഇടയിൽ അയാൾ അറിഞ്ഞില്ല. ബന്ധുക്കളും സത്യഭാമയുമെല്ലാം അതിലും ഞെട്ടലായിരുന്നു. എല്ലാവരും അമ്പരന്ന് നിൽക്കെ സിദ്ധാർത്ഥ് അശ്വിനെയും എടുത്ത് അവിടേക്ക് വന്നു. എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കൻ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ? അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് നീലിമയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ആദ്യം അഞ്ജലിയും അപ്പോൾ മുന്നിലേക്ക് വന്നു. ഓ, എല്ലാവരും ഉണ്ടല്ലോ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇവളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. സിദ്ധാർത്ഥ് ആദ്യം നോക്കി ചോദിച്ചു. അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയ പേടി തോന്നി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആദി പറഞ്ഞു. നീലിമയ്ക്ക് ആദിയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി. വാസുദേവനെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു, സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ നാണല്ലേ വാസുദേവൻ? വാസുദേവൻ മറുപടി പറഞ്ഞില്ല. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരണ്ടെന്ന്. ഒന്നിച്ച് വന്ന പോരായിരുന്നോ? ഒരു കാര്യം പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം സിദ്ധാർത്ഥ് താൻ വിചാരിച്ചതിനേക്കാൾ വലിയ സ്ഥാനത്തുള്ള ആളാണെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലായിരുന്നു. അയാൾ എന്തിനാണ് തന്നെ സഹായിക്കാൻ എല്ലായ്പ്പോഴും വരുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കണ്ണുകളിൽ അമ്പരപ്പ് കണ്ട സിദ്ധാർത്ഥ് അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് തന്നോട് അടുപ്പിച്ച് നിർത്തി. നീലിമയ്ക്ക് പെട്ടെന്ന് ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. അപ്പോൾ സത്യഭാമ ചോദിച്ചു, നീലിമ, സിദ്ധാർത്ഥ വിശ്വനാഥാണോ ഇവന്റെ അച്ഛൻ? നീലിമ മറുപടി പറഞ്ഞില്ല. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഇത് എന്റെ മകനാണ്, സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലിയും ആദ്യം ഒഴികെയുള്ള എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയായിരുന്നു. സോറി സാർ, സാറിന്റെ ഭാര്യയാണ് നീലിമയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് സുധാകര മേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ചടങ്ങ് കഴിഞ്ഞില്ലേ, വാ പോവാം. അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ഹോളിന്റെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, എന്താ മാഡം, പേടിച്ചുപോയോ? അന്ന് എന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. പിന്നെ പേടിക്കാൻ ഇയാൾ ആരാ? അല്ല അതുപോട്ടെ, താൻ എന്തിനാ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ല, ഈ കുഞ്ഞിന് വേണ്ടി ഇടപെട്ടത്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ, വലിയ ഉപകാരം സർ. നീലിമ അവനെ പരിഹസിച്ചു. ഇത്രയായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ? അതൊക്കെ പോട്ടെ, അന്ന് ടാക്സി ചാർജൊക്കെ എടുത്തിട്ടല്ല പോയത്. ഇന്നത്തെ ഹെൽപ്പിന് എനിക്ക് എത്ര തരാൻ പോകുന്നു? സിദ്ധാർത്ഥ് അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. നീലിമ ആകെ വല്ലാതെയായി. അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. എന്താ മാഡം, മറുപടി ഇല്ലേ? അവന്റെ മുഖം അവളുടെ മുഖത്തോട് ചേർത്താണ് അവൻ സംസാരിച്ചത്. നീലിമയ്ക്ക് വിറയൽ പോലെ തോന്നി. അവൾ അവനെ തട്ടിമാറ്റി. സഹായിച്ചതിന് നന്ദി, അത് അവിടെ തീർന്നു. കൂടുതൽ അടുപ്പൊന്നും കാണിക്കണ്ട. ശരി മഹാറാണി, അല്ലേലും ഈ സ്വഭാവം കണ്ട ഒരാൾക്കും അടുപ്പം തോന്നില്ല കേട്ടോ. സിദ്ധാർത്ഥ് അവളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഓ ആയിക്കോട്ടെ, അച്ചു ഇങ്ങോട്ട് വാ. അത് കേട്ട് അശ്വിൻ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. സിദ്ധാർത്ഥ് അവന്റെ കവളിൽ ഒരു ഉമ്മ വെച്ചു. എന്നിട്ട് നീലിമയെ നോക്കി പറഞ്ഞു, മാഡം, ഇപ്പൊ ഞാൻ എന്റെ മോനെ നിന്നെ ഏൽപ്പിക്കുവാ. വേറെ കുറച്ച് പണിയുണ്ട്, മോനെ ശ്രദ്ധിച്ചോണേ. സിദ്ധാർത്ഥ് പോകുന്നത് നോക്കി അവൾ നിന്നു. അയാൾ അത്ര അടുപ്പം കാണിച്ചിട്ടും താനെന്താ അയാൾ തടയാതിരുന്നതെന്നായിരുന്നു അവളുടെ ചിന്ത. അവൾ അശ്വിനെയും കൂട്ടി ഒഴിഞ്ഞൊരു കസേരയിൽ ചെന്നിരുന്നു. അമ്മ, ഡാഡി എങ്ങോട്ടാ പോയത്? അശ്വിൻ കൊഞ്ചലോട് ചോദിച്ചു. നീലിമ മറുപടി പറയാതെ കുഞ്ഞിന്റെ മുഖം തടവി. അവന്റെ അച്ഛനല്ല അയാളെന്ന് എങ്ങനെ ആ കുഞ്ഞിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നായിരുന്നു അവളുടെ ആലോചന. ചേച്ചിക്ക് ഒറ്റയ്ക്കൊന്ന് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കി. അഞ്ജലി അങ്ങോട്ട് വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? ഒരു തരത്തിലെ സ്വസ്ഥത തരില്ലേ? ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഓ, വലിയ പണക്കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവുമല്ലേ? നീ നിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യം ഉണ്ടോ? അഞ്ജലി ചോദിച്ചു. അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ മറുപടി പറഞ്ഞില്ല. അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ചെറുപ്പം മുതലേ ചേച്ചിക്ക് എല്ലാം ബെസ്റ്റാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യം ആയാലും ദേ ഇപ്പോ അയാളായാലും. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ട്. നീലിമ മിണ്ടിയില്ല. ചേച്ചി എന്തോന്നും പറയാത്തത്? അത് കേട്ടപ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ മറ്റെന്തോ പ്ലാൻ ഉണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. അച്ഛനും ആദിക്കും ഒക്കെ പണ്ടേ ചേച്ചിയായിരുന്നു കാര്യം. അതാ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്ത്. അതിന്റെ ദേഷ്യമാണോ ചേച്ചിക്ക് എന്നോട്? അഞ്ജലി പാവം നടിച്ച് ചോദിച്ചു. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാ മതി. മതി, നിർത്ത്. എന്താ നിനക്കിപ്പോ പ്രശ്നം? നീലിമ ചോദിച്ചു. പ്രശ്നം ചേച്ചിക്കല്ലേ, എന്നോട് എന്തിനാ എപ്പോഴും ചൂടാവുന്നത്? ആദ്യമായി ഞാൻ അടുത്താണോ പ്രശ്നം? അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ചേച്ചി അവനെ ചതിച്ചപ്പോ ഞാൻ കൂടെ നിന്നത് കൊണ്ട് മാത്രം അവൻ എന്നെ സ്നേഹിച്ചത്. അവൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാനിപ്പോ എന്ത് വേണം? നീലിമ ചോദിച്ചു. നീ അധികം നെഗ്ലിക്കണ്ട ചേച്ചി. നിന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ ആ സിദ്ധാർത്ഥ നിന്നെ തിരിഞ്ഞു നോക്കുന്ന തോന്നുന്നുണ്ടോ? നീലിമ ഒരു നിമിഷം വല്ലാതെയായി. കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചെറിയ കുട്ടി ആയിരുന്നാലും അശ്വിൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു. ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ? മതി, നിർത്ത്. ആര് സ്നേഹിക്കുന്നുവെന്നാ? ഞാനോ? മറ്റൊരാളുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ അഞ്ജലി അല്ല നീലിമ. നീലിമ വാശിയോടെ പറഞ്ഞു. നീലിമയെ വാശി പിടിപ്പിക്കേണ്ടത് അഞ്ജലിയുടെ ആവശ്യമായിരുന്നു. കാര്യങ്ങൾ തന്റെ വഴിക്ക് നടക്കുന്നുവെന്ന് മനസ്സിലാക്കി അഞ്ജലി തുടർന്നു. എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അവനെ ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല.
ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. നീലിമ നിയന്ത്രണം വിട്ട് ഒച്ച വെച്ചു. പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് വീണു. പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. നീലിമ അമ്പരന്ന് പോയി. അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാൻ അവൾക്ക് മനസ്സിലായത്. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? നീ ചതച്ചപ്പോൾ ആദ്യയുടെ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അഞ്ജലി നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ചോദിച്ചു. നീലിമ വല്ലാതെയായി. സദസ്സിലിരിക്കുന്ന എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്കെ സംസാരിച്ചത്. നീലിമ അമ്പരന്ന് നിൽക്കെ ആദ്യം വാസുദേവനും അവിടേക്ക് ഓടി വന്നു. അയ്യോ അഞ്ജലി, എന്തു വെച്ചേ? ആദ്യം ഓടി വന്ന് അവളെ പിടിച്ചു. നീലിമയ്ക്ക് അവനോട് പുച്ഛം തോന്നി. മോളെ എന്താ ഉണ്ടായേ? വാസുദേവൻ അഞ്ജലി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി തള്ളിയിട്ടതാ അച്ഛ. അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി ഒരുമ്പട്ടോളെ, ഏത് നഷ്ട നേരത്താണോ എന്തോ നിന്നെ തിരികെ വിളിക്കാൻ തോന്നിയത്? വാസുദേവൻ ദേഷ്യം കൊണ്ട് വിളിച്ചു. അത് കണ്ട് ആദി നീലിമയെ നോക്കി ചോദിച്ചു. നീലിമ, നീ അഞ്ജലിയോട് എന്തിനാ ഇത്ര വെറുപ്പോട് നടക്കുന്നത്? അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ തന്നെ നോക്ക്, അവളുടെ ഡ്രസ്സിലൊക്കെ അഴുക്കായി. വിവാഹ നിശ്ചയത്തിന്റെ അന്നെങ്കിലും അവൾ ദ്രോഹിക്കാതിരുന്നൂടെ? ആദി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഇവൾക്ക് നല്ലതെന്ന് പറഞ്ഞേക്ക്. ഞാനായിട്ട് ഇവളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരും പക്ഷെ അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഇതുപോലൊരു ദിവസം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയത് ഞാൻ ഒരു കാലത്തും മറക്കില്ല. നീലിമ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യ സത്യങ്ങൾ അറിയുമെന്ന് അഞ്ജലിക്ക് ഭയം തോന്നി. അവൾ ഉടനെ ഇടപെട്ടു. ചേച്ചി പ്ലീസ്, എന്റെ ആദ്യം തട്ടിയെടുക്കാൻ നോക്കുന്ന എന്തിനാ? ചേച്ചിക്ക് ഇപ്പോ വേറെ ആളുണ്ടല്ലോ, ആദ്യം വിട്ടേക്ക് പ്ലീസ്. അഞ്ജലി സങ്കടം അഭിനയിച്ചു. നീലിമയ്ക്ക് അഞ്ജലി തല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവൾ അത് പുറമെ കാണിച്ചില്ല. അഞ്ജലി തുടർന്നു. ചേച്ചി ആദ്യം ചതിച്ചുകൊണ്ടല്ലേ അവൻ എന്നെ സ്നേഹിച്ചത്? എന്നിട്ടിപ്പോ ഞങ്ങളുടെ ഇടയിൽ വരുന്നത് എന്തിനാ ചേച്ചി? അഞ്ജലി ഉറക്കെയാണത് പറഞ്ഞത്. സദസ്സിലിരുന്ന് മുഴുവൻ പേരും അത് കേട്ടു. നീലിമ ആദ്യം ചതിച്ചതുകൊണ്ടാണ് അവരുടെ നിശ്ചയം മുടങ്ങിയതെന്ന് അതോടെ എല്ലാവർക്കും മനസ്സിലായി. ബന്ധുക്കൾ നീലിമയെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടപ്പോൾ നീലിമയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാനിവിടെ വെറുതെ നിൽക്കുമായിരുന്നു അച്ഛാ, ചേച്ചിയെ മനഃപൂർവ്വം തള്ളിയതാ. അഞ്ജലി വാസുദേവനെ നോക്കി പറഞ്ഞു. നീലിമയ്ക്ക് ആകെ വിഷമം തോന്നി. ഒരാളും തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. ഈ ലോകത്ത് തനിക്ക് സ്വന്തമെന്ന് പറയാൻ അശ്വിനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് അവൾ ചിന്തിച്ചു. അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ഉടനെ അശ്വിൻ പറഞ്ഞു. ഈ ആന്റി കള്ളം പറയുന്നതാ, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. നീലിമയ്ക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തി. അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി. അഞ്ജലിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി. അഞ്ജലി അവനോട് പറഞ്ഞു. സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഫിയാൻസി ആദ്യം ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാ വളർന്നത്. അതിന് ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, അല്ലാതെ വഴക്കൊന്നുമല്ല. അതേപറ്റി എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് ചേച്ചിയും ആദ്യം സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതാ. ഇപ്പോഴും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നോട് വെറുപ്പാ. അതാ സത്യം. അഞ്ജലി വളരെ ഭംഗിയായ ഒരു കള്ളം പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ വെറുക്കുമെന്നായിരുന്നു അവളുടെ ധാരണ തെറ്റായി പോയി. സിദ്ധാർത്ഥ് അത് കേട്ട് ചിരിച്ചു. ഇവനാണോ ആദ്യം? കൊള്ളാം. എന്തായാലും ഇവിടെ പഴയ ചോയ്സ് തീരെ പോരാ. ഇത് കേട്ട് ആകെ ചമ്മിപ്പോയി അഞ്ജലിയെ നോക്കി അവൻ തുടർന്നു. എന്തായാലും ആദ്യം കൃത്യമായി ലോ ലെവലിൽ തന്നെ എത്തിയല്ലോ. ഇപ്പോഴാ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയത്. സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു. അഞ്ജലിയും ആദ്യം നാണിച്ചു തല താഴ്ത്തി. സിദ്ധാർത്ഥ് അത്ര നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ആദ്യം അഞ്ജലിയെ നോക്കി പറഞ്ഞു. തമാശ വിട്ടിട്ട് ഇനി ഞാനൊരു കാര്യം പറയാം. എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചെന്ന് വരില്ല. കുടുംബം അടക്കം ഇല്ലാതാക്കി കളഞ്ഞു. ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അപ്പോഴേക്കും നീലിമയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു. ചുറ്റുമുള്ളവർ ഓടി വന്ന് അവൾ താങ്ങിയെടുത്തു. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു നീലിമ. താൻ എങ്ങനെ അവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ ചുറ്റും നോക്കി. അപ്പോൾ വാസുദേവൻ ആ മുറിയിലുണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെ അവിടെ വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ എഴുന്നേറ്റിരുന്നു. അശ്വിനെ അവിടെയൊന്നും കാണുന്നില്ലായിരുന്നു. തളർന്ന ശബ്ദത്തിൽ നീലിമ വിളിച്ചു. അച്ഛോ. ആ, നീ എണീറ്റോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു. മോനെ അച്ഛോ. വിളിക്കണ്ട, അവനിവിടെ ഇല്ല. അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി. വാസുദേവൻ പറഞ്ഞു. എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ബോധം വരുന്നവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തുന്ന കാര്യം എന്താ? അച്ഛന് പെട്ടെന്ന് അശ്വിനോട് എന്തെത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു. അയാൾ തുടർന്നു. അവനിക്ക് വന്നോളൂ. അല്ല, നീയും സിദ്ധാർത്ഥ വിശ്വയുമായി എന്താ ശരിക്കും ബന്ധം? ഇത് കേട്ടപ്പോൾ അച്ഛൻ എന്തിനാണ് സ്നേഹം നടിച്ചുകൊണ്ട് തന്റെ അരികിൽ ഇരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ചോദിച്ചത് കേട്ടില്ലേ? വാസുദേവൻ ആവർത്തിച്ചു. എനിക്കെന്നെ മോനെ കാണണം. നീലിമ പറഞ്ഞു. കാണാം. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്ത് പറയാനാ? സിദ്ധാർത്ഥ നിന്റെ ആരാ? ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? നിങ്ങൾ പണ്ടേ എന്നെ തള്ളിക്കളഞ്ഞല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നേ? അയ്യോ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചല്ല. അവനെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ട്. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. വാസുദേവൻ പറഞ്ഞു. ഞാൻ നിൽക്കില്ല. ഞാനും അച്ചോട്ടനും ഇന്ന് തന്നെ തിരിച്ചു പോവാ. മടുത്തു. എല്ലാവരുടെയും സ്നേഹം കണ്ട് അത്രയ്ക്ക് മതിയായി എനിക്ക്. ഇത് പറയുമ്പോൾ നീലിമ കരയുകയായിരുന്നു. നീ എങ്ങോട്ട് വേണമെങ്കിലും പോക്കും, പക്ഷേ മോനെ അങ്ങ് മറന്നേക്ക്. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ നീലിമ ഭയന്നു പോയി. അശ്വിനെ അഞ്ജലിയുടെ ഒപ്പമാണ് അയച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പേടി തോന്നിയിരുന്നു. നീലിമയെ നോവിക്കാൻ അഞ്ജലി എന്തും ചെയ്യുമെന്ന് അവൾക്കറിയാം. പോരാത്തതിന് സിദ്ധാർത്ഥുമായി വഴക്കമുണ്ടായി. എല്ലാം കൊണ്ടും അഞ്ജലി നാണം കെട്ട് കാണും. അവൾ അതിന് പ്രതികാരമായി മകനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നീലിമയ്ക്ക് പേടിയായി. വാസുദേവൻ തുടർന്നു. കൂടുതൽ കടന്നു ചിന്തിക്കേണ്ട. അവനെ ഞാനൊന്നും ചെയ്യില്ല. അവൻ എന്റെ പേരക്കുട്ടിയായി ഇവിടെ വളരും. നിന്നെപ്പോലെ ഒരാളുടെ കൂടെ വളരേണ്ടവനല്ല അവൻ. അയാളുടെ വാക്കുകൾ നീലിമയെ വേദനിപ്പിച്ചു. ഞാനും എന്റെ മോനും മുത്തശ്ശിയെ കാണാൻ വന്നതാ. എന്തായാലും ഞാൻ പോകുന്നുണ്ട്.
ഉണ്ടെങ്കിൽ അവനെയും കൊണ്ടേ പോവും. നടക്കില്ല നീലിമ. അവൻ എന്റെ കൂടെ വളരും. സിദ്ധാർത്ഥ വിശ്വയുടെ മോനല്ല അശ്വിൻ. അവനെ വളർത്തിയാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. വാസുദേവൻ പറഞ്ഞു. മുൻപ് ഒരു കാലത്തും അശ്വിനെ പേരക്കുട്ടിയായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ അതേ ആൾ സിദ്ധാർത്ഥ വിശ്വ എന്ന പണക്കാരന്റെ മകനാണ് അവനെന്ന കള്ളം വിശ്വസിച്ച് അവനെ കൂടെ നിർത്താൻ നോക്കുന്നത് കണ്ടപ്പോൾ അച്ഛനോട് അവൾക്ക് പുച്ഛം തോന്നി. എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. നീലിമ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. നീ കൊണ്ടുപോവില്ല. അവൻ എന്റെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? നീലിമ ഗതികെട്ട് ചോദിച്ചു. നിന്നെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ഒരു വാശിയുമില്ല മോളെ. ശരി, നിനക്ക് നിന്റെ മോനെയും കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? സിദ്ധാർത്ഥ വിശ്വയുടെ ബിസിനസ് സ്ഥാപനം ഒരു പാർട്ണറെ തേടുന്നുണ്ട്. നീ അവനോട് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഗ്രൂപ്പിനെ അവരുടെ പങ്കാളിയാക്കണം. അത്രേ ഉള്ളൂ. വാസുദേവൻ പറഞ്ഞു. അച്ഛാ, അദ്ദേഹം അത്രയും വലിയ ആളാ. നിങ്ങളുടെ ചെറിയ ബിസിനസ് ഗ്രൂപ്പിന്റെ കാര്യമൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ശരി, എന്നാ മോനെ മറന്നേക്ക്. വാസുദേവൻ ക്രൂരമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീലിമയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. നീ ഇത് ശരിയാക്കിയില്ലേ മോനെ, നീ ഇനി കാണില്ല നീലിമ. നീ ബുദ്ധിയുള്ളവളാ, എനിക്കറിയാം. ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ ശരി. വാസുദേവൻ അത്രയും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നീലിമയുടെ കണ്ണുകളിൽ ഭയം ഉരുണ്ടുകൂടി.